സംഖ്യാപുസ്തകം അധ്യായം 2. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവം പിന്നെയും മോശയോടും അഹരോനോടും കൽപ്പിച്ചു, ഇസ്രായേൽ മക്കളിൽ ഒരുവൻ സ്വന്തം ഗോത്രത്തിൻ്റെ അടയാളത്തോടുകൂടിയ കൊടിക്കടുക്കൽ പാളയമിറങ്ങണം. സമാഗമന കൂടാരത്തിന് നേരെ ചുറ്റും അവർ പാളയമിറങ്ങണം. യഹൂദ പാളയത്തിൻ്റെ കൊടിക്കീഴിലുള്ളവർ ഗണം ഗണമായി കിഴക്ക് സൂര്യോദയത്തിന് നേരെ പാളയമിറങ്ങണം. യഹൂദയുടെ മക്കൾക്ക് അമ്മിനാദാബിൻ്റെ മകൻ നഹശോൻ നേതാവായിരിക്കണം. അവൻ്റെ സമൂഹമാകെ 74,600 പേർ. അവൻ്റെ അടുത്ത് ഇസ്സാഖാർ ഗോത്രം പാളയമിറങ്ങണം. ഇസ്സാഖാരിൻ്റെ മക്കൾക്ക് സൂവാരിൻ്റെ മകൻ നാഥാനിയേൽ നേതാവ് ആയിരിക്കണം. അവൻ്റെ ഗണം ആകെ 54,400 പേർ. സെബുലൂൻ ഗോത്രം, സെബുലൂൻ്റെ മക്കൾക്ക് ഹേലോൻ്റെ മകൻ ഏലിയാബ് നേതാവായിരിക്കണം. അവൻ്റെ ഗണം ആകെ 57,400 പേർ. യഹൂദ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണമെടുക്കപ്പെട്ടവർ ആകെ 186,400 പേര്. ഇവർ ആദ്യം പുറപ്പെടണം. രൂബേൻ പാളയത്തിൻ്റെ കൊടി കീഴുള്ളവർ ഗണം ഗണമായി തെക്ക് ഭാഗത്ത് പാളയമിറങ്ങണം. രൂബേൻ്റെ മക്കൾക്ക് ഷേദേയൂരിൻ്റെ മകൻ ഏലീസൂർ നേതാവായിരിക്കണം. അവൻ്റെ ഗണം ആകെ 46,500 പേർ. അവൻ്റെ അടുത്ത് ശെമവോൻ ഗോത്രം പാളയമിറങ്ങണം. ശെമവോൻ്റെ മക്കൾക്ക് സൂരിഷദ്ധായിയുടെ മകൻ ശെലൂമിയേൽ നായകനായിരിക്കണം. അവൻ്റെ ഗണമാകെ 59,300 പേർ. പിന്നെ ഗാദ് ഗോത്രം, ഗാദിൻ്റെ മക്കൾക്ക് രയുവേലിൻ്റെ മകൻ ഏലിയാസാഫ് നേതാവായിരിക്കണം. അവൻ്റെ ഗണമാകെ 45,650 പേർ. രൂബേൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,51,450 പേർ. അവർ രണ്ടാമതായി പുറപ്പെടണം. പിന്നീട് സമാഗമന കൂടാരം പാളയത്തിൻ്റെ നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം. അവർ പാളയം ഇറങ്ങുന്നത് പോലെ തന്നെ അവരവരുടെ കൊടിക്കീഴിൽ യഥാക്രമം പുറപ്പെടണം. എഫ്രായിം പാളയത്തിൻ്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി പടിഞ്ഞാറേ ഭാഗത്ത് പാളയമിറങ്ങണം. എഫ്രായിമിൻ്റെ മക്കൾക്ക് അമ്മീഹൂദിൻ്റെ മകൻ ഏലിയാശാമ നായകൻ. അവൻ്റെ ഗണമാകെ 40,500 പേർ. അവൻ്റെ അടുത്ത് മനശ്ശ ഗോത്രം പാളയമിറങ്ങണം. മനശ്ശായുടെ മക്കൾക്ക് പർസൂരിൻ മകൻ ഗമാലിയേൽ നേതാവായിരിക്കണം. അവൻ്റെ ഗണമാകെ 30,200 പേർ. പിന്നെ ബെന്യാമീൻ ഗോത്രം പാളയമിറങ്ങണം. ബെന്യാമീൻ്റെ മക്കൾക്ക് ഗിദെയോനിയുടെ മകൻ അബീദാൻ നായകനായിരിക്കണം. അവൻ്റെ ഗണമാകെ 35,400 പേർ. എഫ്രായിം പാളയത്തിലെ സമൂഹത്തിൽ എണ്ണപ്പെട്ടവർ ആകെ 1,08,100 പേർ. അവർ മൂന്നാമതായി പുറപ്പെടണം. ദാൻ പാളയത്തിൽ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി വടക്ക് ഭാഗത്ത് പാളയമിറങ്ങണം. ദാൻ്റെ മക്കൾക്ക് അമ്മീഷദ്ദായിയുടെ മകൻ അഹിയേസർ നേതാവായിരിക്കണം. അവൻ്റെ ഗണമാകെ 61,700 പേർ. അവൻ്റെ അടുത്ത് ആശേർ ഗോത്രം പാളയമിറങ്ങണം. ആശേരിൻ്റെ മക്കൾക്ക് ഒക്രാൻ്റെ മകൻ പഗീയേൽ നേതാവായിരിക്കണം. അവൻ്റെ ഗണമാകെ 41,500 പേർ.
പിന്നെ നഫ്താലി ഗോത്രം പാളയമിറങ്ങണം. നഫ്താലിയുടെ മക്കൾക്ക് ഐനാന്റെ മകൻ അഹീതയാണ് നേതാവ്. അവന്റെ ഗണമാകെ 53,400 പേർ. ദാൻ പാളയത്തിലെ ഗണത്തിൽ എണ്ണപ്പെട്ടവർ ആകെ 1,57,600 പേർ. അവർ സ്വന്തം കൊടികളോടുകൂടി അവസാനം പുറപ്പെടണം. ഇസ്രായേൽ മക്കളിൽ ഗോത്രമായി എണ്ണപ്പെട്ടവർ ഇവരത്രേ. പാളയങ്ങളിൽ ഗണമായി എണ്ണപ്പെട്ടവർ ആകെ 6,03,550 പേരായിരുന്നു. എന്നാൽ ദൈവം മോശെയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ലേവ്യരെ എണ്ണിയില്ല. ദൈവം മോശെയോട് കൽപ്പിച്ചതുപോലെ എല്ലാം ഇസ്രായേൽ മക്കൾ പ്രവർത്തിച്ചു. അവർ സ്വന്തം കൊടിക്കീഴിൽ പാളയമിറങ്ങി. അവർ കുടുംബമായും കുലമായും പുറപ്പെട്ടു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.